ഇപ്പോൾ നിലവിൽ ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇന്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റ് ആണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ നമുക്ക് ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും യൂട്യൂബിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ഒരു മീഡിയമാണ് യൂട്യൂബ്. നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് നോക്കാം. ഈ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇമെയിൽ ഐ ഡി തന്നെ മതിയാവും. ആദ്യം നമുക്ക് അഡ്രസ് ബാറിൽ www.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. സൈൻ ഇൻ എന്ന ബട്ടണിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക. നമ്മുടെ നിലവിലുള്ള ജിമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം അപ്ലോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് നോക്കാം. അപ്ലോഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ യൂട്യൂബിന്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ ചാനലിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിന്റെ പേരും നമ്മുടെ പേര് വിവരങ്ങൾ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ചാനൽ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് അല്പം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സെലക്ട് ഫയൽ ടു അപ്ലോഡ് എന്ന് കാണാം. സെലക്ട് ഫയൽസ് ടു അപ്ലോഡ് എന്നത് കാണാം. ഈ അപ്ലോഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫയൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് ഇനി അതിന്റെ ഒരു നെയിം, അതായത് ഹെഡിങ് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ വേണം നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ പ്രോസസ്സിംഗ് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ പ്രോസസ്സിംഗ്, അതായത് മുഴുവനായിട്ട് അപ്ലോഡായി. ഇവിടെ കാണാം നമുക്ക് ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പബ്ലിക് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ആർക്കൊക്കെ കാണണം എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് പബ്ലിക്കിന് എല്ലാവർക്കും കാണണമെങ്കിൽ പബ്ലിക് കൊടുക്കാം. പ്രൈവറ്റ് നമുക്ക് ഒരു നിശ്ചിത ആളുകൾക്ക് വേണ്ടി മാത്രം അത് പ്രൈവറ്റ് ആക്കി വെക്കാം. നമുക്ക് പബ്ലിക് എന്നത് ഇപ്പോൾ നിലവിൽ ചൂസ് ചെയ്യാം. ഇവിടെ ടാഗ്സ് കൊടുക്കാം. ടാഗ്സ് എന്നുള്ളത് നമ്മൾ എന്താണോ നമ്മളുടെ ടാഗ് എന്താണോ നമ്മൾ സെർച്ചിങ്ങിൽ ഗൂഗിൾ സെർച്ചിങ്ങിൽ വരേണ്ടത് അതൊക്കെ കൊടുക്കാം. നമുക്ക് എന്ത് ടാഗ്സ് വേണമെങ്കിലും നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സെർച്ചിങ്ങിൽ വേണ്ട സാധനമാണ്. വരുന്നത് അഡ്വാൻസ് സെറ്റിംഗ് ആണ് ഇവിടെ നോക്കേണ്ടത്. അഡ്വാൻസ് സെറ്റിംഗ്സിൽ കമന്റ് അലോ ചെയ്യണം. അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് അലോ ചെയ്യണമെങ്കിൽ ഇവിടെ അലോ കമന്റ്സ് കൊടുക്കാം. നമ്മുടെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ആ കാറ്റഗറി നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ഇതൊന്നും അത്യാവശ്യമായ നിർബന്ധമുള്ള കാര്യമല്ല, നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. തുടർന്ന് ഇവിടെ നമുക്കിത് പബ്ലിഷ് ചെയ്ത് നമ്മൾ ഇതിപ്പോൾ നിലവിൽ അപ്ലോഡ് ആയിട്ടേ ഉള്ളൂ. ഇതിന് പൊതുസമൂഹത്തിന് പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയത് കാണാം. ഇനി ഇവിടെ നമുക്ക് വീഡിയോ കാണണമെങ്കിൽ ഇവിടെ നമ്മൾ ഹെഡിങ്ങിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോ കൃത്യമായി ഇവിടെ നമുക്ക് ഗൂഗിൾ നമുക്ക് നൽകുന്ന ഒരു ഇമെയിൽ സേവനമാണ് ഒരു വീഡിയോ ജർമ്മനി ചെയ്യാൻ കഴിയുക. ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഉള്ള വഴിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക.